1 ഡേ സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് മണാലിക്കാണ് പോകുന്നത്. കൂളു മണാലി, അവിടെ നിന്ന് കസോള്, ഗ്രഹാൻ വില്ലേജ്, അതിന് തിരിച്ച് റിട്ടേൺ ബാക്ക് ടു ഡൽഹി. അപ്പം നമ്മൾ തിരിച്ചു വരുന്നത് നവംബർ 24th മോർണിംഗ് ആയിരിക്കും. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഫസ്റ്റ് ട്രിപ്പാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോകുന്ന ട്രിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സൈറ്റഡ് ആണ്, വെയിറ്റ് ചെയ്യാണ് എന്താവുന്നു. ട്രെയിനിലെ ഫുഡും കാര്യങ്ങളൊക്കെയാണ് ടെൻഷനുള്ളൂ, ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളിയായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം മടക്കി. അടുത്ത വെടിയിൽ കുതിര. അതെ വെടിയിൽ സുഖം നൽകാൻ പുരുഷർക്കുൾ അണിലിങ്ങളെ കരിവണ്ടി നിറമൊത്ത മുടിവടിവാളും കാവിൽ തടം പലരുടെ പുതുയികളാളും കാമറൊളി മഴങ്ങുന്ന മുഖത്തളിവാലും സുവർണ ചുണ്ടാനയ്ക്ക് പുഞ്ചിരിച്ചു കാട്ടും സൂറുമ കൺകളാൽ ശിരസുയർത്തി കാട്ടും. ചായ ഗുഡ് മോർണിംഗ്. लेडीज वाची, जेंट्स वाची, बच्चों का वाची. ഞങ്ങളിപ്പോ ഒരു അടിപൊളി ട്രിപ്പ് ഡൽഹിയിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇപ്പൊ ഒരു മണിക്കൂർ കഴിയുമ്പോ 12:30 അപ്പൊ പൻവേൽ അവിടെ നമുക്ക് ചോറും മീൻകറിയും കഴിക്കും. അപ്പൊ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും ചോറ് മാത്രം ചോറും മീൻകറിയും നല്ലതല്ലേ? വലിയ ബാഗില്ല ഞങ്ങള് മണാലി പോവാ. നാളെ ആഗ്രയിലെത്തും താജ്മഹൽ. വീഡിയോ ഉണ്ടാവും എന്റെ ഇൻസ്റ്റാഗ്രാമില്. സബ്സ്ക്രൈബ് ചെയ്യാ. ഇവിടെ അണ്ടിപ്പോയ എണ്ണാനെ പോലെ ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊന്നും പറയാനില്ല.
അട്ടത്ത് രാത്രി കയറി കൂടി വായിട്ട് വിളിക്കുന്നവൾ. എന്റെ ശത്രുക്കളൊക്കെ അങ്ങനെ പലതും പറഞ്ഞു. ശത്രു കണ്ണാടി വരുന്നു, സോറി. അപ്പുറത്തേക്കൊക്കെ പോവടി അവിടുന്ന്. കഴിഞ്ഞിട്ടോ കൂടുതൽ സാധനം തിന്നാൻ കിട്ടിയിട്ടില്ല. പിന്നാട്ടിക്ക് ഞങ്ങളുടെയാണെങ്കിൽ എന്താ പറയാ എക്സസൈസിലായിരുന്നു എല്ലാ ടൈമിലും. ഞങ്ങൾ ഹെൽത്തി ഡയറ്റ് മാത്രമേ ഫോളോ ചെയ്യുന്നു. ഇത്രയും സാധനങ്ങൾ ബാക്കിയാണ്. ഈ ബാഗ് വെച്ച് നമുക്ക് ബാക്കി കഴിക്കാനുള്ള സാധനങ്ങളാണ്. പിന്നെ താഴെ ഒരു ബാഗ് ഉണ്ട്. അപ്പൊ നാളെ നമ്മൾ 9:55 ആകുമ്പോൾ ആഗ്ര എത്തും. അവിടെ നമുക്ക് ഡൽഹി പിന്നെ നേരെ നമ്മൾ ഡൽഹിക്ക് വരും. ഡൽഹിയില് കുറെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പഞ്ചാബ് അമൃത്സറിലോട്ടാണ് പോണത്. അത് കഴിഞ്ഞ് പിന്നെ മണാലി, പിന്നെ ലാസ്റ്റ് കുറെ പേര് അങ്ങനെ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പറയാനുള്ള ഒരുപാട് ദൂരം ഉണ്ടാവും. അത് എല്ലാം നമ്മുടെ ഗ്യാങ് തന്നെയാണ്. ഓരോരുത്തർ അവിടെ കുറച്ച് ഗേൾസ് ഉണ്ട്, പിന്നെ കുറച്ച് അപ്പുറത്ത് മാറി ഒരു ബോയ്സ് ഉണ്ട്. അപ്പം അവരങ്ങനെ ഊണൊക്കെ പാസ് ചെയ്ത് പോകും. നമ്മളും അങ്ങനെ പോകലുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇരിക്കുക. നേരെ കുറച്ച് ലേറ്റായി. അതിലേക്ക് നമ്മളെ തന്നെ കാണുക. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ പുറത്തേക്ക് അപ്പം അതാ
మేడం బండి ആ